ഗായ്സ്, എന്നെ കൂട്ടുകൊണ്ട് പപ്പയും അമ്മയും മുല്ലപ്പൂ മേടിക്കാൻ പോയി. മുല്ലപ്പൂ മേടിക്കുമ്പോൾ ഇന്ന് എന്തോ ഒരു സ്പെഷ്യൽ ഡേ അല്ലേ. ദാ പപ്പ ഇന്ന് ഉണർത്തുന്നതും കുളിപ്പിക്കുന്നതും പപ്പയുടെ ഡ്യൂട്ടിയാണേ. കുളിയെല്ലാം കഴിഞ്ഞാലേ ഞാൻ ഈ ഡ്രസ്സ് ഇടാൻ പോണത്. ഞാനൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പോൾ പപ്പമ്മയുടെയും കാളീൻ്റെയും അമ്മച്ചിൻ്റെയും അവിടെ ഹഗ്ഗിങ് മേടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അതെ ഗായ്സ്, ഞാൻ ഈ വിദ്യാരംഭത്തിൻ്റെ ഡാൻസ് പഠിക്കാൻ പോവാ. ദാ കണ്ടോ, ഇതാണ് എൻ്റെ ടീച്ചർ കേട്ടോ. ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ ഡാൻസൊക്കെ കളിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പപ്പയോടും അമ്മയോടും എല്ലാവരും പറയും എന്നെ ഡാൻസ് പഠിപ്പിക്കണമെന്ന്. അതുകൊണ്ട് മാത്രമല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് പഠിക്കാൻ. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. എനിക്ക് ശിവകാന്തരൊക്കെ ഇഷ്ടമാണ് ഭയങ്കര. എന്നാൽ പിന്നെ ക്ലാസിക്കലായിട്ട് ഡാൻസ് പഠിക്കാമെന്ന് വിചാരിച്ചു. ദാ ഞാൻ രസ്ന വെച്ച് തുടങ്ങുകയാണേ. രസ്ന കൊടുത്തതിന് ശേഷം എനിക്ക് ആദ്യം തന്നെ നമസ്കാരമാണ് പഠിപ്പിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ കോഴിക്കോട് താമസിക്കുന്ന സമയത്ത് എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു, പേര് ദർശന. ദർശന ചേച്ചി എനിക്ക് കുറച്ചൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു. ആദ്യം എനിക്ക് ദർശന ചേച്ചിൻ്റെ കൂടെ ഡാൻസ് പഠിക്കുന്നതെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാനാ, ഞങ്ങൾ കണ്ണൂരോ ദർശന ചേച്ചി കോഴിക്കോടും അല്ലേ. അപ്പം എനിക്ക് സത്യത്തിൽ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് ദർശന ചേച്ചിനെ. നമസ്കാരം കഴിഞ്ഞതിന് ശേഷം എനിക്ക് അരമണ്ടലൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു തന്നേ. അതുപോലെ തന്നെ ജസ്റ്റ് 2 സ്റ്റെപ്പ് പറഞ്ഞു തന്നേ. ഈ ടീച്ചർ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. കാരണം ഈ ടീച്ചർ എല്ലാവരും നല്ല ഹാപ്പി ആക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് 2 ആൾക്കാർ നോക്കിയിട്ട് ഹാപ്പി ആയിരിക്കുന്നുണ്ടേ. ആരാ അത്? വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം അമ്മയും പപ്പയുമാ. അവരെന്നെ ഹാപ്പിയായി നോക്കി നിൽക്കുന്നുണ്ടപ്പോൾ ഞാനും ഹാപ്പിയായി. അപ്പം ഇന്നത്തെ അടുത്തുള്ള അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടേ. ബൈ ബൈ.